ഗൈസ് വളരെ ത്രില്ലടിച്ച് ഏറെ നാളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു സംഭവം കാണാൻ പോവാണ് കേട്ടോ. ശിവഗിരി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ആളും തിരക്കുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ 2 ടിക്കറ്റും എടുത്ത് എക്സിബിഷൻ ഹാളിലേക്ക് കയറിയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് മീനുകളും കിളികളും ഉൾപ്പെടെ പല തരത്തിലുള്ള ജീവികളെയാണ്. സംഭവം കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത് കഥകളിൽ മാത്രം കേട്ട് പരിചിതമുള്ള ഒരു മത്സ്യകന്യകയാണ്. ഇവിടുത്തെ ഈ ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഈ ഒരു മത്സ്യകന്യകയാണ്. കാഴ്ചകൾ കണ്ടു പോകുന്ന വഴി കുറച്ച് എക്സോട്ടിക് പെറ്റ്സുമായി നിൽക്കുന്ന ബ്രോസിനെ നമുക്ക് കാണാൻ കഴിയും. പേയ്മെന്റ് ചെയ്താൽ ഈ പെറ്റ്സിനെ ഉപയോഗിച്ച് നമുക്കും ഫോട്ടോ എടുക്കാവുന്നതാണ്. നമ്മുടെ ആമക്കുട്ടി എന്തായാലും ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ ഒരു ഗോസ്റ്റ് ഹൗസ് കണ്ടിട്ടാണ് കേട്ടോ. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ കാത്തിരുന്ന എൻട്രൻസ് എത്തിയിരിക്കുവാണ്. ഈ ഒരു ചേംബറിനുള്ളിൽ കാണുന്ന ഈ ഗ്ലാസുകൾക്കകത്താണ് നമ്മൾ മത്സ്യകന്യകയെ കാണാൻ പോകുന്നത്. സംഭവം ഇപ്പോൾ ഇതിന്റെ അകത്ത് ലൈറ്റ് എല്ലാം അണഞ്ഞ് ആൾക്കാരെല്ലാം കട്ട വെയിറ്റിംഗിലാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ ഒരു മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഇതിന്റെ അകത്ത് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ആദ്യമായി തന്നെ കാണാൻ കഴിയുന്നത് നല്ല നീളമുള്ള ഒരു വാലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കെ തന്നെ നമ്മൾ നിൽക്കുന്ന ഗ്ലാസിനടുത്തേക്ക് മത്സ്യകന്യക ഇങ്ങനെ നീന്തി വരുവാണ്. സംഭവം ഇത് ഒരു മത്സ്യകന്യകയുടെ വേഷം കെട്ടിയ ആളാണെങ്കിലും വെള്ളത്തിനടിയിൽ കാണുമ്പോൾ കറക്റ്റ് ഒരു മത്സ്യകന്യകയുടെ ഫീല് തോന്നിക്കുന്നുണ്ട്. ആശാത്തി എന്തായാലും വളരെ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ലവും ടാറ്റയൊക്കെ നൽകി ടാങ്കിന്റെ അങ്ങോളം ഇങ്ങോളം നീന്തി നടക്കുവാണ്. ഇനി സത്യത്തിൽ കടലിനടിയിൽ മത്സ്യകന്യക അഥവാ മെർമേഡുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇല്ല എന്നതാണ്. കടലിന്റെ അടിയിൽ നല്ല ആഴത്തിൽ നിൽക്കുന്ന കടൽ പശുക്കളെ കണ്ടിട്ടാണ് പണ്ടത്തെ കാലത്ത് മിക്ക ആൾക്കാരും മത്സ്യകന്യകകളായി തെറ്റിദ്ധരിച്ചിരുന്നത് കേട്ടോ.